ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പൊന്നൂസ് രാവിലെ തന്നെ എണീറ്റ് പല്ല് തേച്ച് ഡാഡീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. തറവാട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ പൊന്നൂസിന് ഡാഡിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. രാവിലെ പൊന്നൂസിന് ചായക്കുള്ള പാലുമായി ഡാഡി വരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ രാവിലെ തന്നെ സിറ്റ് ഔട്ടിൽ ഡാഡീനെ കാത്തിരിക്കുന്നത്. കുറേ നേരം അവൾ തനിയെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഡാഡീനെ കാണാണ്ടായപ്പോൾ എന്നോടും അപ്പയോടും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഡാഡി വരാത്തെ, ഡാഡീനെ കാണുന്നില്ലല്ലോ, മോനെ കാണാൻ ഡാഡി വരില്ലേ, ഇങ്ങനെയൊക്കെ കുറേ സംസാരിക്കും. പതിവില്ലാതെ ഇന്ന് നേരത്തെ എണീക്കും കൂടി ചെയ്തിരുന്നു. ക്ഷമ കെട്ട് റോട്ടിലരികെ പോയി നോക്കുന്നുണ്ട്, ഡാഡി വന്നോ എന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഡാഡി വരുന്ന വണ്ടിയുടെ സൗണ്ട് കേട്ടത്. പിന്നെ ഒന്നും പറയണ്ട, ചാട്ടം കൊണ്ട് ചാട്ടമായി. ഡാഡിയുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ പിന്നെ കെട്ടിപ്പിടിക്കലായി, ഉമ്മ വെക്കലായി, സ്നേഹപ്രകടനങ്ങളും അങ്ങനെ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഡാഡിയെ കിട്ടിയാൽ അവൾക്ക് കളിക്കാൻ ഒരാളായി. ഡാഡി അവളൊപ്പം നിന്ന് കളിക്കും, ഡാഡി അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കും, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡാഡീനെ ഇഷ്ടം. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി. അങ്ങനെ അപ്പയ്ക്ക് ടാറ്റ കൊടുക്കാനൊന്നും അവൾക്ക് സമയമില്ല, അവൾക്ക് കളിയുടെ തിരക്കാണ്. അങ്ങനെ എങ്ങനെയോ ഉമ്മയൊക്കെ കൊടുത്ത് അപ്പേനെ ജോലിക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി. ഡാഡീനെ പിന്നെ അവൾ വിടുന്നേയില്ല. അങ്ങനെ മോനും കൂടി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് വെറുതെ അവളെന്നെ വണ്ടിയിൽ വെച്ചിട്ട് വെറുതെ ഓടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഡാഡിനെ അവൾ വിടില്ല, കരഞ്ഞ് പൊളിച്ചൊരു വിത്താക്കുമായിരുന്നു. അങ്ങനെ ഡാഡിക്ക് ടാറ്റയൊക്കെ കൊടുത്ത്, വലിയ ഉഷാറൊന്നും ഇല്ല, എന്നാലും ടാറ്റയ്ക്ക് കൊടുത്ത് പറഞ്ഞയച്ചു, ഇനി വന്നോളൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും മോളും മാത്രമായി. ഞങ്ങൾ അകത്ത് വന്ന് പുനൂസിൻ്റെ കളി തുടങ്ങി. ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പണികളൊക്കെ ആയിട്ട് ഞാനൊരു സൈഡിൽ കൂടെ, അങ്ങനെ രണ്ടാളും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇച്ചിരി ഫുഡ് കഴിക്കുന്നവരെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും, അവളെ പാവകളൊക്കെ ആയിട്ട് കളിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാമു തിന്ന് കുളിക്കും. മാമു തിന്നാൻ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അത് ഒരുവിധം എല്ലാ അമ്മമാർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. കുറച്ച് മണിക്കൂർ, 1-2 മണിക്കൂർ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് ചായ കുടിച്ച് നല്ല മോളായിട്ട് അമ്മയുടെ കൂടെ വീണ്ടും ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങും. ഇന്ന് ചട്ടിയായിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ചെടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ JCB എടുത്തൊരു മണ്ണ് മാന്തല്, JCBയിൽ ചെടിക്ക് വെള്ളം ഒഴിക്കില്ലേ, അങ്ങനെ അവളുടെ കളികൾ. അങ്ങനെ ചെടിയൊക്കെ ഞങ്ങൾ വെച്ച് വൈകിട്ട് ഞങ്ങൾ ഇരുട്ടാകുമ്പോഴേക്കും അകത്ത് കയറി. പിന്നെ അകത്ത് കയറിയിട്ട് അവൾ കുറച്ച് നേരം TV ഒക്കെ ഇരുന്ന് കണ്ടു. കുറേ നേരമൊന്നും കാണില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കാണും. അത് കഴിഞ്ഞ് പിന്നെയും അവളുടെ ബോംബിങ് കാറൊക്കെ ആയിട്ടുള്ള കളികളാണ്. പിന്നെ കുറേ നേരം എൻ്റെ പിന്നാലെ നടക്കും, എൻ്റെ അടുത്ത് കളിക്കാൻ വരാൻ പറയും, അങ്ങനെയൊക്കെ. നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് വരാൻ കുറച്ച് ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം മോളിരുന്ന് കളിച്ച് മടുത്തിരുന്നു.
വീഡിയോ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ തൊടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ.